ലയോ പാപ്പയുടെ പെറുവിലെ മിഷൻ ദൗത്യത്തെ കേന്ദ്രമാക്കി ഡോക്യുമെന്ററി ലിയോൺ ദി പെറു ട്രെയിലർ പുറത്തുവിട്ടു. ലയോ 14 പാപ്പ നിരവധി വർഷം സേവനം ചെയ്ത പെറുവിന്റെ സേവന മേഖല കേന്ദ്രമാക്കി ഒരുക്കിയ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ വത്തിക്കാൻ മീഡിയ പുറത്തുവിട്ടു. Robertum Franciscum, Sancte Romane Ecclesiae, Cardinalem Prevost. കഴിഞ്ഞ മെയ് 8 ലയോ 14 പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത ആദ്യ ദൃശ്യങ്ങളും പെറുവിൽ റോബർട്ട് ഫ്രാൻസിസ് സേവനം ചെയ്ത സ്ഥലങ്ങളിലെ ആളുകളുടെ പ്രതികരണങ്ങളും ഉൾച്ചേർത്താണ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ. Podíamos creer, el padre Roberto, decíamos, pero si lo hemos visto por aquí caminando. Y me dejó su cámara, que es antigüita, pesada, pero buena. La alegría llegó a Chiclayo, bendecido está mi Perú. അഗസ്റ്റീനിയൻ സന്യാസിയായ പാപ്പ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് ചെലവഴിച്ച വർഷങ്ങളെ പ്രദേശവാസികൾ ഓർത്തെടുക്കുന്ന വിധത്തിലാണ് ഡോക്യുമെന്ററിയുടെ അവതരണമെന്ന് കരുതപ്പെടുന്നു. പെറുവിലെ ചെറുതും വലുതുമായ നഗരങ്ങൾ, ഗ്രാമങ്ങൾ, ജില്ലകൾ, പ്രാന്തപ്രദേശങ്ങൾ, ഇടവകകൾ, സ്കൂളുകൾ, സന്യാസ ഭവനങ്ങൾ എന്നിവയിലെ റോബർട്ട് പ്രവോസ്റ്റിന്റെ ഇടപെടലുകളും ദൗത്യങ്ങളും ഡോക്യുമെന്ററിയിൽ ചർച്ചയാക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിച്ചും പ്രസംഗിച്ചും പഠിപ്പിച്ചും യുവജനങ്ങളെ കണ്ടുമുട്ടിയും പാപ്പ നിരവധി വർഷങ്ങൾ സേവനം ചെയ്ത സ്ഥലങ്ങളായിരുന്നു ഇത്. എൽനീനോ വെള്ളപ്പൊക്കം, കോവിഡ് മഹാമാരി ദുരന്തങ്ങൾക്കിടയിൽ സജീവമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും അദ്ദേഹം പ്രദേശവാസികളുടെ ഹൃദയം കവർന്നിരുന്നു. തങ്ങളുടെ കൂടെ നടന്ന് തങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച വൈദികൻ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി അപ്രതീക്ഷിതമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് പ്രദേശവാസികൾ. ഇവയൊക്കെ ഡോക്യുമെന്ററിയുടെ ഭാഗമാകുന്നുണ്ട്. വത്തിക്കാൻ മീഡിയയുടെ ഔദ്യോഗിക ചാനലുകളിൽ ലിയോൺ ദി പെറു ഉടൻ സംപ്രേഷണം ചെയ്യുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി.